ശബരിമലയിൽ പ്രതിഷേധങ്ങളും സമരങ്ങളും വിലക്കി ഹൈക്കോടതി. പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിലും വിലക്ക് ബാധകം. ഡോളി സമരത്തിൽ റിപ്പോർട്ട് നൽകണമെന്ന് ചീഫ് പോലീസ് കോർഡിനേറ്റർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഡോളി തൊഴിലാളി സമരം പോലെയുള്ളത് ആവർത്തിക്കരുതെന്നും ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും കോടതി. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, കോടതി നിരീക്ഷണങ്ങൾ. ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ വിലയിരുത്തിയ സമയത്താണ് ഈ ഡോളി സമരം, കഴിഞ്ഞ ദിവസം നടന്ന ഡോളി സമരത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനം ഉണ്ടായിരിക്കുന്നത്. അയ്യപ്പ ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ദേവസ്വം ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഡോളി ചാർജ് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ തന്നെ ഉത്തരവുണ്ട്. അതിൽ നിന്ന് യാതൊരു തരത്തിലും മാറ്റം അനുവദിക്കാനാകില്ല എന്നുള്ളൊരു നിലപാടും ദേവസ്വം ബെഞ്ച് സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ തീർത്ഥാടന കാലയളവിൽ ഇത്തരം പ്രതിഷേധങ്ങളും സമരങ്ങളും അതൊരിക്കലും അനുവദിക്കാൻ സാധിക്കത്തില്ല. ഈ ഡോളി തൊഴിലാളികൾ നടത്തിയ സമരത്തിൽ റിപ്പോർട്ട് നൽകാനായിട്ട് ഇപ്പോൾ നിലവിൽ ചീഫ് പോലീസ് കോർഡിനേറ്റർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ പ്രതിഷേധങ്ങൾ, സമരങ്ങളൊക്കെ ശബരിമല, സന്നിധാനം, പമ്പ എന്നിവിടങ്ങളിൽ ഹൈക്കോടതി വിലക്കിയിട്ടുമുണ്ട്. ഇതുപോലെയുള്ള ഡോളി തൊഴിലാളികൾ നടത്തിയ സമരം പോലെയുള്ളവ ഭാവിയിൽ ആവർത്തിക്കപ്പെടരുത്. ശബരിമല എന്ന് പറയുന്നത് ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെ വരുന്ന ഭക്തരുടെ അവകാശങ്ങൾ, ആരാധനാ അവകാശങ്ങൾ അത് നിറവേറ്റപ്പെടണം. ഈ സമരം ഒക്കെ നടന്നു കഴിഞ്ഞാൽ അത് ഭക്തരുടെ അവകാശത്തെ ബാധിക്കുന്നതായിരിക്കും. അത് മാത്രവുമല്ല, ഈ സമരം നടക്കുന്ന സമയത്ത് അത്തരമുള്ള സമ്മർദ്ദ തന്ത്രങ്ങളൊന്നും ഈ തീർത്ഥാടന കാലയളവിൽ അനുവദിക്കാൻ സാധിക്കില്ല എന്നാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ പമ്പ, ശബരിമല, സന്നിധാനം, അതോടൊപ്പം തന്നെ ഈ മറ്റിടങ്ങൾ, ആ ഭാഗങ്ങളിലൊക്കെ തന്നെ നിലവിൽ സമരം വിലക്കിയിരിക്കുന്നത്. പ്രതിഷേധ സമരങ്ങളൊക്കെ തന്നെ വിലക്കിയിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് ദേവസ്വം ഓഫീസറും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ കമ്മീഷണറും ഉറപ്പാക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും ഹൈക്കോടതി നൽകിയിരിക്കുകയാണ്. ഈ കൊല്ലം ആര്യങ്കാവിലെ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട സംഭവത്തിലും ഹൈക്കോടതി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പിനോട് നിലവിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കളർ ഫോട്ടോഗ്രാഫ് അടക്കം, ആ വാഹനത്തിന്റെ കളർ ഫോട്ടോഗ്രാഫ് അടക്കം റിപ്പോർട്ടായിട്ട് നാളെ തന്നെ നൽകാനായിട്ടാണ് മോട്ടോർ വാഹന വകുപ്പിനോട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. നാളെ ഈ വിഷയങ്ങളൊക്കെ തന്നെ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നതായിരിക്കും. രോഹിണി. ശരി, രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.